ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പ്രധാനമന്ത്രി ഈ സ്കൂളിന്റെ ഐശ്വര്യമെന്ന ബോർഡ് സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് മുന്നിൽ വയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. നയം വേവിച്ചാൽ പണമാകില്ലെന്ന അവസ്ഥയാണോ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്? ഇടത് രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേർക്കാനാവില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. നേരത്തെ CPIയുടെ എതിർപ്പിൽ കേരളം ഉപേക്ഷിച്ച PM ശ്രീ പദ്ധതി നടപ്പാക്കാതെ തരമില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ധാരണാപത്രം ഒപ്പിടാഞ്ഞതിനാൽ ഈ വർഷം SSKക്ക് കിട്ടേണ്ട 513 കോടി രൂപയും കഴിഞ്ഞ വർഷത്തെ 183 കോടി രൂപയും കേന്ദ്രം തടഞ്ഞതാണ് സാഹചര്യം. പണം വാങ്ങും, നയത്തെ എതിർക്കും എന്നതാണ് തീരുമാനമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറയുന്നത്. കുട്ടികളുടെ സ്കൂൾ ഭക്ഷണം, യൂണിഫോം ഒന്നിനും വേറെ വഴിയില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രി കൈമലർത്തുന്നു. നേരത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ബോർഡ് പ്രദർശനത്തിലും ഏറെ പ്രതിരോധത്തിനു ശേഷം സംസ്ഥാനം വഴങ്ങുകയായിരുന്നു. ഇനി കേന്ദ്രം നൽകുന്ന എല്ലാ പണത്തിനുമൊപ്പം പ്രധാനമന്ത്രിയുടെ പേരും ചിത്രവും ഉറപ്പാക്കേണ്ടി വരുമോ ഭാവിയിൽ? ശ്രീ കെടുത്തി ഭിന്നിപ്പോ എന്നതാണ് ചോദ്യം. MS പ്രതിനിധിയും വിദ്യാഭ്യാസ വിദഗ്ധനുമായ ഡോക്ടർ ഫസൽ ഗഫൂർ, OK ജയകൃഷ്ണൻ, AKSTU സംസ്ഥാന സെക്രട്ടറി, റിജി ലുക്കോസ് ഇടത് സഹയാത്രികൻ, VS ജിതിൻ ദേവ് BJP എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം ഞാൻ OK ജയകൃഷ്ണനിലേക്ക് പോകുന്നു. OK ജയകൃഷ്ണൻ, ഇന്നിപ്പോൾ ബിനോയ് വിശ്വം പറയുന്നത് നയത്തിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല എന്നാണ്. ഇപ്പോൾ മന്ത്രിസഭായോഗത്തിൽ നേരത്തെ തീരുമാനിച്ചത് ധാരണാപത്രം ഒപ്പിടേണ്ടതില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി തന്നെ പറഞ്ഞല്ലോ PM ശ്രീ ഒപ്പിടാതെ തരമില്ല എന്ന്. അപ്പോൾ അതിൽ CPI വിയോജിപ്പോടുകൂടി സർക്കാർ തീരുമാനം എന്നാണോ മനസ്സിലാക്കേണ്ടത്, അതോ ഇതിനെ എതിർക്കുമോ? ഈ ചാനൽ വാർത്തയിലൂടെയും പത്രവാർത്തയിലൂടെയും കണ്ട കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞതും കേട്ടു. എതിർപ്പ് നയപരമായ എതിർപ്പാണ്. PM ശ്രീ സ്കൂളുകൾ സ്ഥാപിക്കുമ്പോൾ ആ സ്കൂളുകളെല്ലാം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനം NEP അംഗീകരിക്കുന്ന സംസ്ഥാനമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. NEP അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ദേശീയ വിദ്യാഭ്യാസ നയം കേരളം അംഗീകരിക്കില്ല എന്ന് ആർജവത്തോടു കൂടി പ്രഖ്യാപിച്ചതാണ് ഈ ഗവൺമെൻറ്, ഈ സർക്കാർ. NEP അംഗീകരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിട്ടാണ് PM ശ്രീയിൽ ഒപ്പുവെപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഈ ഇപ്പോൾ നമുക്ക് ഈ സാങ്കേതികമായ ടേംസ് സാധാരണ പ്രേക്ഷകർക്ക് വേണ്ടി PM ശ്രീയിൽ ഒപ്പിട്ടാൽ കേരളത്തിൽ നയപരമായി എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക? ഇടത് നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് RSS ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പാഠ്യപദ്ധതി തന്നെ മാറുമെന്നുള്ളതാണോ നിങ്ങളുടെ ആശങ്ക? അതൊന്ന് വിശദമാക്കാമോ? ശരിയാ. PM ശ്രീ എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം ഷോക്കേസ് ചെയ്യുന്നതിന് വേണ്ടി, പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 2023 കേന്ദ്ര മന്ത്രിസഭ പാസാക്കിയ അല്ലെങ്കിൽ നിർദ്ദേശിച്ച ഒരു പദ്ധതിയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പച്ചയായ വർഗീയവൽക്കരണത്തിന്, ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കുന്നതിന്, വാണിജ്യവൽക്കരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒന്നാണ് എന്ന് ഇന്ത്യയിലെ BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ സൂചനകൾ നമ്മൾ കാണുകയും ചെയ്തു. ആ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിൽ വരുത്തുന്നതിന് അതിൽ ചില സംസ്ഥാനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അന്നേ ഘട്ടത്തിൽ തന്നെ ഡൽഹി, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം ഇത്രയും സംസ്ഥാനങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല, അതേ തരത്തിൽ നടപ്പാക്കില്ല, കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ് വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഇത്തരം വർഗീയ എലിമെൻസുകൾ, വർഗീയത പ്രചരിപ്പിക്കുന്ന ഘടകങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് പറയുകയുണ്ടായി. അതിനനുസരിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ച് NCERT പുറത്തിറക്കിയ പുസ്തകത്തിൽ മധ്യകാല ഇന്ത്യയെ ഒഴിവാക്കിയത്, പരിണാമ സിദ്ധാന്തം ഒഴിവാക്കിയത്, പൗരാണിക കാലത്തെ കൂട്ടിച്ചേർത്തത് ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന് സമാന്തരമായി ബദൽ പുസ്തകങ്ങൾ നിർമ്മിച്ച സംസ്ഥാനമാണ് കേരളം. കാരണം വളരെ അപകടകരമായ പച്ചയായ വർഗീയവൽക്കരണം പ്രചരിപ്പിക്കുന്ന ഒന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയം. ഈ സംസ്ഥാനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇത് നടപ്പാക്കാൻ തയ്യാറാകില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ മേൽ സമ്മർദ്ദം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്
അത് പ്രചരിപ്പിക്കുന്നതിന്, അവരെ ആകർഷിക്കുന്നതിന് ഒക്കെ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റാണ് ശരി ശ്രീ ജയകൃഷ്ണൻ. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു നയം അംഗീകരിക്കില്ല, ഫണ്ട് അംഗീകരിക്കും. അപ്പോൾ നയം അംഗീകരിക്കാതെ പണം വാങ്ങുക എന്നത് എത്രത്തോളം സാധ്യമാണ്? അങ്ങനെ സാധ്യമാകില്ല എന്നുള്ളതാണോ CPയുടെ എതിർപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? അല്ല, അത് സാധ്യമാകുമെന്ന് ഭരണതലത്തിൽ ഉള്ളവരാണ് പറയേണ്ടത്. പക്ഷേ PM ശ്രീ ഒപ്പുവെച്ചാൽ മാത്രമേ പണം തരൂ എന്ന് പറയുന്നത്, PM ശ്രീ ഒപ്പുവെക്കുമ്പോൾ കേരളത്തിനകത്ത് 150 സ്കൂളുകൾ PMC സ്കൂളുകളാകും എന്നാണ് ചുരുക്കം. ഒരു വിദ്യാലയത്തിന് 1,10,00,000 രൂപ അതിൻ്റെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നൽകും എന്നാണ് അതിൻ്റെ ലഘുലേഖയിൽ, അതിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിൽ 60% കേന്ദ്ര ഗവൺമെൻറ്റും ആ 1,10,00,000-ൽ 40% സംസ്ഥാന ഗവൺമെൻറ്റുമാണ് വിനിയോഗിക്കേണ്ടത്. കേരളം ഇപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് നമ്മുടെ സാമ്പത്തിക ഞെരുക്കത്തിനൊക്കെ ഇടയിൽ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി, കിഫ്ബിയുടെ ഭാഗമായി MLA ഫണ്ട് ഉപയോഗിച്ച്, MP ഫണ്ട് ഉപയോഗിച്ച്, പ്രാദേശിക വിഭവങ്ങൾ സമാഹരിച്ച്, അഭ്യുദയകാംക്ഷികളിൽ നിന്ന് പണം സമാഹരിച്ച് കേരളത്തിൻ്റെ വിദ്യാലയങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് മെച്ചപ്പെടുത്തിയിരിക്കുക. ആ വിദ്യാലയങ്ങൾക്ക് മുന്നിൽ PM ശ്രീ എന്ന ഒരു ബോർഡും വെച്ച് ഈ തുക വാങ്ങിച്ച് അവിടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കും എന്ന് ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യാപരം ആണ് എന്നേ പറയാൻ കഴിയൂ. നമ്മൾ മെച്ചപ്പെടുത്തിയെടുത്തിരിക്കുന്ന വിദ്യാലയങ്ങളെ കേന്ദ്രത്തിന് മുന്നിൽ അവരുടെ വർഗീയ അജണ്ടക്ക് മുമ്പിൽ കൊണ്ടുപോയി അടിയറവ് വെക്കേണ്ടതില്ല. അതിനാണ് മറുപടി പറയേണ്ടത്. ആത്മഹത്യാപരമായ ഒരു തീരുമാനം വിദ്യാഭ്യാസ രംഗത്ത് എല്ലാത്തിലും നമ്പർ 1 എന്നുള്ളതാണല്ലോ ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വിദ്യാഭ്യാസപരമായി നമ്പർ 1 ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അങ്ങനെ നമ്പർ 1 ആയിരിക്കുന്ന സംസ്ഥാനം PM ശ്രീ കൊണ്ടാണ് മെച്ചപ്പെട്ടത് എന്ന രൂപത്തിൽ ആ ബോർഡ് വെക്കുന്നു. അങ്ങനെ ബോർഡ് വെക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ എത്തിയോ എന്നുള്ളതാണ് CPI ചോദിക്കുന്നത്. CPI ആണല്ലോ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത്, മുന്നണിയിൽ ബോധ്യപ്പെടുത്തിയിട്ട് വേണ്ട ഒരു തീരുമാനം നടപ്പാക്കാൻ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഏകപക്ഷീയമായ ഒരു തീരുമാനമായി വരുന്നത്? അല്ല, ഇവിടെ നമ്മൾ ശ്രുതി മനസ്സിലാക്കേണ്ടത് CPIയുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലാതെ ഞാൻ പറയുന്നില്ല. നമ്മൾ കേരളം പ്രത്യേകിച്ച് ഇന്ത്യക്കൊരു മാതൃകയാണ് ഈ കാവ്യവൽക്കരണത്തിനെതിരെ നിൽക്കുന്നതിൽ. നമ്മുടെ വിദ്യാർത്ഥി സമൂഹവും നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പൊതുവെ കേരളത്തിൻ്റെ ഒരു സംസ്കാരവും മനസ്സും ഈ പറയുന്ന കാവ്യവൽക്കരണത്തിനെതിരെയാണ്. പക്ഷേ ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നതിനകത്ത് ഇവിടെ ഇപ്പോൾ എതിർപ്പുമായിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ CPI പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി ഇപ്പോൾ നടപ്പാക്കി കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചോളം കാവ്യവൽക്കരണം ഇല്ലാതെ കണ്ട്, അവരുടെ അജണ്ടകൾ ഇല്ലാതെ കണ്ട് ഈ 1644 കോടി രൂപ സ്വീകരിക്കുക എന്നത് അത് കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമല്ലാതെ കണ്ട് സ്കൂളുകളുടെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 1,10,00,000 രൂപ വെച്ച് ഒരു വർഷം കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ പറയേണ്ട അത്യാവശ്യമാണ്. ഒന്ന്, സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സങ്കേതങ്ങൾ ഒരുക്കുക, കൃഷി നല്ല ഒരു പ്രോജക്റ്റായിട്ട് കുട്ടികളുടെ മനസ്സിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, അത് പല വിദേശ രാജ്യങ്ങളിലും ഇതേ രീതിയിലുള്ള പദ്ധതികളുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ പല പദ്ധതികളും സ്കൂളുകളിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ പദ്ധതി എന്ന് പറഞ്ഞ് നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പേര് കൊണ്ട് മാത്രം ഒരു പദ്ധതി എതിർക്കണം എന്നുള്ളതോട് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഇപ്പോൾ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിനെന്നല്ല സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൊടുക്കേണ്ടതുണ്ട്. അത് അവരുടെ ഔദാര്യമല്ല. ഒന്നാമത്തെ കാര്യം, അതത് കാലങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പേരിലൊക്കെയുള്ള ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ്? ഇതിൽ നയപരമായ വ്യത്യാസമുണ്ട്. മറ്റൊരു നയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്. അങ്ങ് പറയുന്ന പോലെയാണോ, അതോ ഇപ്പോൾ മാറ്റിയതാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനകത്തൊരു പോളിസി മാറ്റി പറയാനായിട്ട് ഞാൻ അശക്തനാണ്. അതൊക്കെ പാർട്ടിയും സർക്കാരും തീരുമാനിക്കണം. പക്ഷേ ഞാൻ ഈ ആശങ്ക അംഗീകരിക്കുന്ന ഒരാളാണ്. എനിക്കതിനകത്ത് യാതൊരു മടിയില്ല. അതല്ല, ഞാൻ CPIയുടെ ആശങ്ക തള്ളിക്കളയാവുന്നതല്ല എന്ന് ഞാൻ പറയാൻ കാരണം. പക്ഷേ അപ്ഡേഷൻസ് നമ്മുടെ സ്കൂളിൽ നടക്കുമ്പോൾ, കേന്ദ്രതലത്തിൽ നടക്കുമ്പോൾ ഈ കാവ്യവൽക്കരണ ആശയം ഇംപ്ലിമെന്റ് ചെയ്യാതെ കണ്ട് സ്കൂളുകളിൽ ഈ പറയുന്ന ഫണ്ടുകൾ സ്വീകരിച്ചുകൊണ്ട് ഡെവലപ്മെന്റ്സിലേക്ക് പോകുന്നതിൽ തെറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ തന്നെ നമ്മുടെ പല സ്കൂളുകളിലും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ പദ്ധതി അംഗീകരിക്കാത്തതിന്റെ പേരിൽ 1,500 കോടി രൂപ ഇപ്പൊ ഓൾറെഡി ഇതിനെ തടഞ്ഞു വെച്ചിരിക്കുക. അതിന്റെ പേരിലാണിത് ഒപ്പിടുന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മള് കിഫ്ബിയിലൂടെയൊക്കെ തന്നെ പല രീതിയിലുള്ള ഡെവലപ്മെന്റ് അങ്ങനെ പറയരുത്. ഒരു വശത്ത് പറയുന്നു നമ്മൾ ഒരുപാട് മുന്നിൽ പോയി, നമ്മൾ ഒരുപാട്
മുന്നിലാണ് എന്ന് ഒരു വശത്ത് പറയുക, അടുത്ത ഘട്ടത്തിൽ നമ്മൾ വല്ലാത്ത ദാരിദ്ര്യത്തിലാണ്, ഇപ്പോൾ ഭക്ഷണം കൊടുക്കാനും യൂണിഫോമിനും പോലും പൈസ ഇല്ല എന്ന് പറയുക. രണ്ടും കൂടെ പറയരുത്, ഏതെങ്കിലും ഒന്നിൽ നിൽക്കണം. അല്ലല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. കാരണം വെച്ചാൽ ബഹുമാനപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടി, ഞാനത് മുഴുവൻ കണ്ട ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ CPI ആയിട്ട് ചർച്ച ചെയ്യും, ആശങ്ക പരിഹരിക്കും. ഈ കാവ്യവൽക്കരണ നയവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിനും ഈ സർക്കാർ ഒത്തുതീർപ്പിലേക്ക് പോകത്തില്ലെന്ന് അത് പറഞ്ഞിട്ടുണ്ട്. ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ വഴി? ഒപ്പിട്ട് കഴിഞ്ഞാൽ എന്താ വഴി? ഒപ്പിട്ട് കഴിഞ്ഞാൽ എന്താണ് വഴി? അല്ല, അല്ല ശ്രുതി, അതിനൊരു മറുപടി ഉണ്ട്. അതിനുള്ള വ്യവസ്ഥ വെക്കും. ചുമ്മാ ബ്ലൈൻഡ് ആയിട്ട് പിന്നെ വെക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ വ്യവസ്ഥയ്ക്കനുസരിച്ചാണോ ഫണ്ട് കിട്ടുക? അങ്ങനെയാണെങ്കിൽ നേരത്തെ കിട്ടിയേനെ. നമ്മുടെ വ്യവസ്ഥയ്ക്കനുസരിച്ചാണോ കിട്ടുക? അങ്ങനെയാണോ? ഇപ്പോൾ ആരോഗ്യവകുപ്പും ചില കാര്യങ്ങൾ കീഴടങ്ങിയല്ലോ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ മുന്നിൽ ബോർഡ് വെക്കുന്ന കാര്യത്തിൽ ആദ്യം നല്ല നിലപാടെടുത്തു, പിന്നീട് വഴങ്ങേണ്ടി വന്നു. അപ്പോൾ ആ ബോർഡ് വെക്കുന്നു. ഇതിനകം തന്നെ നമ്മൾ വളരെയധികം മുന്നോട്ട് പോയ സംവിധാനത്തിൽ ഈ ബോർഡ് വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടിയ സഹായം കൊണ്ടാണിതാ ഞങ്ങൾ പുരോഗതി കൈവച്ചിരിക്കുന്നത് എന്ന് സംസ്ഥാന സർക്കാർ പറയുമോ എന്നുള്ള ചോദ്യമുണ്ട്. അത് വെക്കാൻ പറ്റില്ല എന്ന് പറയാമോ? പറയാൻ പറ്റില്ലല്ലോ. അല്ല, അതിനൊറ്റ മറുപടിയുള്ളൂ. അല്ല, PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞൊരു ബോർഡ് വെക്കുന്നതിനകത്ത് അപാകതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാനതാണ് പല രാജ്യങ്ങളുടെ ഉദാഹരണം പറഞ്ഞത്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ പദ്ധതിയിലുള്ള പദ്ധതി, അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പദ്ധതികളോടുണ്ട്. അതിനെയല്ല പറയണ്ടേ, ഈ കാവ്യവൽക്കരണത്തിനെ എതിർക്കുന്നുള്ള കാര്യത്തിൽ ഞാനും യോജിക്കുന്നുണ്ട്. പക്ഷേ പ്രൈം മിനിസ്റ്ററുടെ ഓസ്കാർ യോജനയായിട്ട് എന്തെല്ലാം പദ്ധതികൾ ഇന്ത്യയിലുണ്ട്, അത് എല്ലാ രാജ്യത്തും ഉണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല ഇല്ലാത്തത്. അതിനെ ഇതുമായിട്ട് കൂട്ടി കണക്ട് ചെയ്തുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് പോകരുത്. ശരി, അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ വിഷയത്തിൽ അത് വേണ്ടിവരും. ഡോക്ടർ ഫസൽ ഗഫൂർ, അത്രത്തോളം നിഷ്കളങ്കമായി കാണാവുന്ന ഒരു കാര്യമാണോ? ഒരു ഫെഡറൽ സംവിധാനത്തിൽ ആ രൂപത്തിലാണോ ഇപ്പോൾ ചില ഫണ്ടുകളുടെ കാര്യത്തിൽ കടുംപിടുത്തം കേന്ദ്രം പിടിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ PM ശ്രീ പദ്ധതി ആണ് ഈ സ്കൂളിന്റെ ഐശ്വര്യം എന്ന രൂപത്തിൽ ഒരു ബോർഡ് വെക്കൽ മാത്രമാണോ? അതിലപ്പുറമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പാഠപുസ്തകത്തിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. അങ്ങനെയൊക്കെ കടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഞാൻ ഈ പറയുന്ന ഇടതുപക്ഷം ഉന്നയിച്ചിട്ടുള്ള മനസ്സിലായില്ലേ എതിർപ്പുകളെയാണ് ആദ്യം തൊട്ടിട്ട്. അവർ ഉന്നയിച്ചിരുന്നത് കാര്യങ്ങൾ. ഒരു മിനിറ്റ്, എക്കോ വരുന്നു. സാർ ഒന്ന് TV മ്യൂട്ട് ചെയ്യാമോ? TV മ്യൂട്ട് ചെയ്യാമോ? TV ഒന്ന് മ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇതെടുത്ത് മാറ്റിക്കോ. എന്നിട്ട് പറഞ്ഞോളൂ. അതായത് ഞാൻ രാഷ്ട്രീയമായിട്ടുള്ള രണ്ട് CPM കൂടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ അല്ല മറുപടി പറഞ്ഞത്. പക്ഷെ ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം നടത്തുന്ന വ്യക്തി എന്ന നിലക്ക് അന്ന് ഇവർ ഉന്നയിച്ചിരുന്ന കാര്യപ്പെട്ട പ്രശ്നങ്ങൾ 3-4 പ്രശ്നങ്ങളാണ്. നമ്പർ 1, അതായത് ഫസ്റ്റ് തന്നെ അത് സോഷ്യൽ ജസ്റ്റിസിനെതിരാണ്. കാരണം 150 വലിയ സ്കൂളുകളെ കെട്ടിപ്പടുക്കുന്നു സർക്കാരിന്റെ പണങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പുറത്തെ ഭാഗത്ത് എന്തായെന്ന് വെച്ചാൽ ബാക്കി ആയിരക്കണക്കിന് സ്കൂളുകൾ ദാരിദ്ര്യത്തിൽ നിൽക്കുന്നുണ്ട്. അതിനുണ്ടെങ്കിൽ ഇല്ല എന്നാണല്ലോ നമ്മുടെ CPIയുടെ പ്രതിനിധി പറഞ്ഞതും നമ്മുടെ രജി പറഞ്ഞതൊക്കെ. രണ്ടാമത്തെ കാര്യം പറയുന്നത് സോഷ്യൽ ജസ്റ്റിസിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് പുറമെ സെക്കുലറിസത്തിന്റെ ഇഷ്യൂ ആണ്. അതായത് സെക്കുലർ അല്ല അതിന്റെ അത് നമുക്കിപ്പോൾ പറയാനായിട്ടില്ല. കാരണം ആ പാഠപുസ്തകം വന്ന ഇപ്പോൾ ഓൾറെഡി തന്നെ എതിർപ്പുള്ള പാഠപുസ്തകങ്ങൾ NCERTയുടെ ഇവിടെ ഉണ്ട്. ദയവായി ക്ഷമിക്കൂ ഡോക്ടർ ഫസൽ ഗഫൂർ. അവിടെ TV മ്യൂട്ട് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ബ്യൂറോയിൽ തന്നെയാണ് അങ്ങിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. TV ഒന്ന് മ്യൂട്ട് ചെയ്യണം, അവിടെയുള്ളവരോട് പറയുകയാണ്. മ്യൂട്ട് ചെയ്തിട്ടില്ല, ഇപ്പോഴും മ്യൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങിലേക്ക് വരാം. ഞാൻ അങ്ങിലേക്ക് വരാം. ഒന്ന് ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോകുന്നു. ഹലോ, അവരെ വിളിച്ചേ. ശ്രീ ജിതിൻ ദേവ്, വലിയ പ്രതിഷേധം CPIയുടെ ഭാഗത്തുള്ളത് അങ്ങും കണ്ടല്ലോ. PM ശ്രീയിൽ ഒപ്പിടണം അല്ലെങ്കിൽ ഫണ്ടില്ല എന്നുള്ള ഒരു ഉപാധി വെക്കുന്നത് അത് എത്രത്തോളം ശരിയാണ്? ഈ ഉപാധി ഇല്ലെങ്കിൽ ഞങ്ങളിതാ പണം തരില്ല എന്ന് പറയുമ്പോൾ സ്വന്തം കീശയിൽ നിന്നെടുത്ത് തരികയല്ലല്ലോ. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്, അത് വിഹിതം കൊടുക്കേണ്ടത്. അതൊരു രീതിയാണ്. അതാണ് ഫെഡറൽ സംവിധാനത്തിലെ തത്വം. ആ തത്വം നിങ്ങൾക്ക് ബാധകമല്ല എന്നാണോ? അല്ല, അതിനെ അങ്ങനെയൊന്നും അല്ല വ്യാഖ്യാനിക്കേണ്ടത്. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി എന്താണ് എന്നുള്ളത് അങ്ങ് ആദ്യം മനസ്സിലാക്കണം. കാരണം ഇത് പ്രധാനമന്ത്രി അങ്ങ് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി ഈ സ്കൂളിന്റെ ഐശ്വര്യം എന്ന് ബോർഡ് വെക്കുന്ന ഒരു പദ്ധതിയല്ല. PM ശ്രീ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. നമ്മുടെ രാജ്യം വലിയ മുന്നേറ്റങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം വലിയ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കുതിപ്പിനൊത്ത്
നല്ല സ്കിൽഡ് പ്രൊഫഷണൽസിനെ സൃഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസ നയത്തിലും നമ്മളുടെ പാഠ്യരീതികളിലും ഒക്കെ കാലാനുസൃതമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മോഡൽ പ്രൊജക്ട് കേന്ദ്ര ഗവൺമെന്റ് 27,300 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്നത്. ഇതുവഴി എന്താ ലഭിക്കുന്നത്? ഇതുവഴി ലഭിക്കുന്നത് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെട്ട സ്കൂളുകൾ, ICT ലാബുകൾ, അഡൽ തിങ്കർ ലാബുകൾ, എൻവയോൺമെന്റൽ തരത്തിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റങ്ങൾ, സ്പോർട്സ് ആർട്സ് ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരു സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് തന്നെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് 5 വർഷം കൊണ്ട് 1,10,00,000 രൂപ വീതം ചെലവഴിച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ PM ശ്രീ പ്രോജക്റ്റ് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ശരിയാണ് 40% വിഹിതം സംസ്ഥാനമാണ് വഹിക്കുന്നത്, പക്ഷേ 60% തുക കേന്ദ്ര ഗവൺമെന്റാണ് വഹിക്കാൻ പോകുന്നത്. ഇത് രാജ്യം ഓടുന്ന സമയത്ത് അതിനൊപ്പം നിൽക്കാൻ തയ്യാറാകാതെ രാജ്യം കുതിക്കുമ്പോൾ കേരളം കിതയ്ക്കുന്ന അവസ്ഥയിലാണോ നമ്മൾ പോകേണ്ടത് എന്നാണ് ഈ പദ്ധതി എതിർക്കുമ്പോൾ നാം ആലോചിക്കേണ്ടത്. പിന്നെ കേരളത്തിന്റെ എതിർപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഓന്ത് ചാടിയ വേലി വരെ എന്നുള്ളത്. ഇപ്പം ഈ ശ്രീ ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അംഗം കണ്ടു കാണുമല്ലോ, 7,000-ഓളം SSK അധ്യാപകരുടെ ശമ്പളം കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ്, ST വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കേന്ദ്ര ഗവൺമെന്റ്, SC വിദ്യാർത്ഥികളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ്, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ്, പ്രവേശനോത്സവം നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തത് കേന്ദ്ര ഗവൺമെന്റ്, ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ സഹായിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ്, PM പോഷൺ അഭിയാൻ വഴി ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ്, കെട്ടിടം പണിയാൻ കേന്ദ്ര ഗവൺമെന്റ്, കൃഷി തൊഴിൽ വകുപ്പ് മന്ത്രാലയങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രാലയങ്ങൾ, ഈ വകുപ്പുകൾ ഈ പൈസ കേന്ദ്ര ഗവൺമെന്റ് ഗ്രാന്റ് വാങ്ങിക്കുന്നു. പിന്നെ ഞങ്ങൾ എന്തിനു വാങ്ങിക്കാതിരിക്കണം? ഇതാണ് ചോദ്യം. അപ്പൊ ഇത് CPM-ന്റെ അടിസ്ഥാനപരമായ നയമാണ്. അത് ഏത് പദ്ധതിയെയും അവർ ആദ്യം എതിർക്കുക, ആ എതിർപ്പിനെ തുടർന്ന് കുറെ കാലം മുമ്പോട്ട് കൊണ്ടുപോവുക, അതിനുശേഷം അതിനെ അനുകൂലിക്കുക. ഇതാണ് ചെയ്യുന്നത്. സ്മൃതി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇരുട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് നമ്മൾ പറയുമ്പോൾ അതിന്റെ ഫാക്റ്റുകൾ കൂടെ പരിശോധിക്കണം. ഇവിടെ ശ്രീ OK ജയകൃഷ്ണൻ, അദ്ദേഹം എനിക്ക് തോന്നുന്നു CPI-യുടെ അധ്യാപക സംഘടനയുടെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇവിടെ വലിയ അവകാശങ്ങൾ ഉന്നയിക്കുന്നു. ശ്രീ ജയകൃഷ്ണൻ, നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് പാമ്പ് കടിയേറ്റും ഷോക്ക് അടിച്ചും കുഞ്ഞുങ്ങൾ മരിച്ച സ്കൂളുകളുള്ള ഒരു നാട്ടിലിരുന്നാണ്. ആലപ്പുഴയിലെ സ്കൂൾ കെട്ടിടം അമ്പെ പൊത്തി താഴെ വീഴുന്നു. ഇതൊക്കെ ഈ നാടിന്റെ ചിലയിടത്തൊക്കെ ഉണ്ട്, അപവാദങ്ങളുണ്ട് എന്ന് സമ്മതിക്കുന്നു. പക്ഷേ നമ്മളുടെ സ്കൂൾ സംവിധാനം, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം അത്രയ്ക്കും മോശമാണോ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? അങ്ങേക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? സ്മൃതി, അപവാദങ്ങൾ ഉണ്ടല്ലോ. അപവാദങ്ങൾ ഇല്ലാത്ത നാടൊന്നും നമ്മൾ നമ്പർ 1 എന്ന് പറയുമ്പോൾ നമ്പർ 1 എന്ന് പറയുന്നത് മാത്രമാണ് നമ്പർ 1, ബാക്കി ഒന്നും നമ്പർ 1 അല്ല എന്നതാണല്ലോ ഇതിന്റെ അർത്ഥം. അപവാദങ്ങൾ ഉണ്ടല്ലോ, അപവാദങ്ങൾ ധാരാളം നമുക്ക് മുമ്പിലുണ്ടല്ലോ. സ്മൃതി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ നിന്ന് ഒരു BTech ഇലക്ട്രിക്കൽസ് പാസ്സായി ഇറങ്ങുന്ന ഒരു കുട്ടിയുടെ അടുത്ത് അയാളുടെ അടുത്ത് ഒരു വീടിന്റെ ഇലക്ട്രിക്കൽ സ്ട്രക്ചർ തയ്യാറാക്കാൻ പറഞ്ഞാൽ സാധിക്കുമോ? അത്രമാത്രം സ്കിൽഡ് ആ കുട്ടിക്കുണ്ടോ? ഇത് ആ കുട്ടിയുടെ കുഴപ്പം കൊണ്ടാണോ, അല്ലെങ്കിൽ അവന് കഴിവില്ലായിട്ടാണോ? ഇവിടുത്തെ പാഠ്യപദ്ധതിയുടെ പ്രശ്നമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് NEP നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉത്തർപ്രദേശിലെ കുട്ടി പെട്ടെന്ന് ശരിയാക്കി തരുമോ? അങ്ങനെയാണോ? എവിടെയാണ് ഈ പരിശോധന നടക്കുന്നത്? NEP 2020 അല്ലേ സ്മൃതി? NEP 2020 അല്ലേ സ്മൃതി? 2020 ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. 5 വർഷമല്ലായിട്ടുള്ളൂ. അങ്ങ് വെയിറ്റ് ആൻഡ് സീ. ഇതിനൊക്കെ അങ്ങ് കാത്തിരിക്കാൻ കേരളത്തിന്റെ കാര്യത്തിൽ അങ്ങേക്കൊരു ധാരണ വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, UP-യിലെ കാര്യത്തിൽ കൂടി അങ്ങേക്കുള്ള ഉറപ്പ്. UP-യിലും മാറ്റങ്ങൾ വരണം സ്മൃതി. UP-യിലും മാറ്റങ്ങൾ വരണം. UP മാറ്റങ്ങൾ വരണ്ടേ? UP-യിൽ മാറ്റങ്ങൾ കേരളത്തിലെ ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ നിലവാരത്തെ മാത്രം വളർത്തുന്നതിൽ ഒരു ദുഷ്ടലാക്കുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ജിതിന്റെ ഒരു കാര്യം ഉറപ്പ് വരുത്താൻ പറ്റുമോ? കേന്ദ്ര പാഠ്യപദ്ധതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരില്ല, അത് ഇവിടെ നടപ്പാക്കുന്നതിലേക്ക് നിങ്ങൾ വരില്ല എന്ന് ഉറപ്പാക്കാമോ? PM ശ്രീ ഒപ്പിട്ടാൽ അതിലേക്ക് കൂടി പോവില്ലേ? എന്തിനങ്ങനെ ഉറപ്പാക്കുന്നത്? ഞങ്ങൾ അത് നടപ്പിലാക്കും. ദേശീയ വിദ്യാഭ്യാസ നയം ഞങ്ങൾ നടപ്പിലാക്കും. കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ ദുഷ്ടലാക്കോടെ അല്ല. ഒരു മിനിറ്റ്. കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ ദുഷ്ടലാക്കണം. ഞാൻ മലയാളിയല്ലേ? ഞാൻ കേരളത്തിലല്ലേ പഠിച്ചു വളർന്നത്? ഞാൻ കേരളത്തിലെ സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ച ഒരാളാണ്. അതിനകത്ത് എനിക്ക് അഭിമാനമേ ഉള്ളൂ സ്മൃതി. അല്ല, ഞാൻ എന്താ ഉഗാണ്ടെന്ന് വല്ല വന്ന വ്യക്തിയാണോ? ഒരിക്കലും അല്ല. ഞാൻ മലയാളിയാണ്, ഞാൻ കേരളത്തിൽ പഠിച്ച ആളാണ്. പക്ഷേ കാലാനുസൃതമായ മാറ്റം നമ്മുടെ മാറ്റത്തിൽ ഗാന്ധിക്ക് വെടിയേറ്റിട്ടില്ലെന്നും ഗാന്ധി വെടിയേറ്റിട്ടല്ല മരിച്ചതെന്നും ഇവിടെ മുഗൾ ഭരണം ഉണ്ടായിട്ടില്ല എന്ന രൂപത്തിലേക്കുള്ള വിദ്യാഭ്യാസത്തിലേക്കല്ലേ? അതല്ലേ ഈ കാലാനുസൃതമായ മാറ്റം? ചരിത്രം തുടച്ചു നീക്കി മാച്ച് പുതിയ ചരിത്രം എഴുതി, നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു ചരിത്രം കൂടി നിങ്ങൾക്ക് പുതുതായി ഉണ്ടാക്കി, അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ?
നിങ്ങൾ എവിടേക്കാണ് ഈ പോകുന്നത്? ചോദിക്കുകയാണ്, നിങ്ങൾ കാട് സംശയമാണ്. കയറാൻ നമ്മളിപ്പോ അതാണ് ഒരു ആശങ്ക. CPIക്കുള്ള ആശങ്ക അതാണ് ജിതിന്റെ. അങ്ങനെയല്ലെങ്കിൽ അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ മതി. പോയതല്ലോ CPIക്കുള്ള ആശങ്ക അതാണ്. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ മതി. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുക അങ്ങേക്ക് ആശങ്കയില്ലാതെ ഞാൻ പറയാം, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് കേരളത്തിന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല. കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കപ്പെടും. ഇനി നമുക്ക് PM ശ്രീയിലേക്ക് വരാം. PM ശ്രീ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ കാലങ്ങളോളം കാത്തിരുന്നു. ഇപ്പൊ പറഞ്ഞതുപോലെ 1500 കോടി രൂപയുടെ കണക്ക് ശ്രീ ശിവൻകുട്ടി പറയുന്നുണ്ടല്ലോ. ഈ 1500 കോടി രൂപ ലാപ്സാക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞത് കിട്ടാതിരിക്കാൻ കാരണക്കാർ ഞങ്ങളാണോ? PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി പഠിക്കാതെ മനസ്സിലാക്കാതെ അതിന്റെ ഗുണഫലങ്ങൾ വേണ്ടുന്ന വിധത്തിൽ വിനിയോഗിക്കാൻ ഗുണഫലത്തിൽ അങ്ങ് പറഞ്ഞ കാര്യം കൂടിയാണെങ്കിൽ അവർ ആശങ്കപ്പെടുന്ന കാര്യം അതാണെന്നേ. അതുകൂടി വരുമെന്ന് അങ്ങ് ഇപ്പോൾ പറയുകയാണ്. പിന്നെ എങ്ങനെയാണ് ഗുണഫലം എന്ന് മാത്രം പറയുക? അവർക്ക് CPM-ന് യാതൊരു ആശങ്കയുമില്ല. ഇപ്പോ പറഞ്ഞു കേൾക്കുന്നത് CPI-യുടെ ആശങ്കയാണ്. CPM-ന് ആശങ്കയുണ്ട്. CPM-ന് പക്ഷേ ആശങ്കയിൽ CPM പോലും വകവെക്കുന്നില്ല. അല്ല, CPI-യോട് എതിർത്ത് സംസാരിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് അവർ ഒരു പ്രതിനിധിയെ പോലും അയക്കാത്തത്. അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നത് ഭരണപരമായ ഗതികേട് കൊണ്ടാണ്. ഇവിടെ പണം നൽകാതെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു. അത് പല കാര്യങ്ങളിലായി കാണുകയാണല്ലോ. വയനാട്ടിലെ കാര്യത്തിൽ കോടതി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഡോക്ടർ ഫസൽ ഗഫൂർ, അപ്പോൾ അതാണ് നയം നടപ്പാക്കും. അത് ഈ പറയുന്ന അടിസ്ഥാന സൗകര്യത്തിലേക്ക് കൂടിയല്ല. നേരത്തെ ഫസൽ ഗഫൂർ പറയുന്ന ഇടയ്ക്ക് കട്ടായി പോയി തുടങ്ങി. ഒന്ന് അദ്ദേഹത്തിൽ പോയ ശേഷം അങ്ങിലേക്ക് വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, വിദ്യാഭ്യാസ നയം കൂടി ഇവിടുത്തെ വിദ്യാഭ്യാസ നയത്തെ വിഴുങ്ങുന്ന രൂപത്തിലേക്ക് അത് വരുമെന്നുള്ള കാര്യം സംശയമില്ല. അത് അംഗീകരിക്കേണ്ടി വരും. അത് അംഗീകരിക്കാൻ ബാധ്യതപ്പെട്ടതാണ് ഓരോ സംസ്ഥാനവും എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. അല്ലെങ്കിൽ ഫണ്ടില്ല. ഡോക്ടർ ഫസൽ ഗഫൂർ, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇതിൽ വലിയ ആശങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ പ്രസ്ഥാനം നമ്മുടെ സിലബസിൽ പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്കുകളുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തുക. അത് ചരിത്രപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ശാസ്ത്രപരമായ കാര്യങ്ങളിലും മാറ്റം വരുത്തുക എന്നുള്ള. കാരണം ടെക്സ്റ്റ് ബുക്കൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വരുത്തിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെറിയ ചെറിയ മാറ്റങ്ങൾ, വലിയ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ അതിനൊരു കാഴ്ചപ്പാടുണ്ടാവുമായിരിക്കും. അത് ഓക്കെ. പക്ഷേ മൊത്തത്തിൽ ഞാൻ പറയട്ടെ, ഇതിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നമ്മളെ ന്യൂട്രലായിട്ട് ഞാൻ പറയുകയാണ്. ആദ്യം തന്നെ ഇന്ത്യ സഖ്യത്തിൽ പെട്ടവർ തന്നെയാണ് CPM-ഉം CPI-യും. അതിന് കോൺഗ്രസ് മാത്രമൊന്നുമില്ല. കോൺഗ്രസ് അതിൽ ആകെ ഇപ്പോൾ ബാക്കി നിൽക്കുന്നത് തമിഴ്നാടും വെസ്റ്റ് ബംഗാളും മാത്രമേ ഉള്ളൂ. അവരാണിത് പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നത്. അവർക്കും വലിയ പണത്തിൻ്റെ ലോസ് ഉണ്ട്. അപ്പോൾ ആ പണത്തിൻ്റെ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സൈദ്ധാന്തികമായിട്ടുള്ള താത്വികമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്, അങ്ങനെ പിന്മാറിയാൽ തന്നെ മനസ്സിലായില്ല, 1900 എഗെയിൻ ഞാൻ വീണ്ടും പറയാണ്, എമർജൻസിയുടെ കാലഘട്ടത്തിൽ കൺകറൻറ്റ് ലിസ്റ്റ്, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലോട്ട് എടുത്തു മാറ്റിയതാണ് ഈ വിദ്യാഭ്യാസത്തെ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ പലരും പറയുന്ന മാതിരിയല്ല, കൺകറൻറ്റ് ലിസ്റ്റ് സ്റ്റേറ്റും മറ്റേ നമ്മുടെ ഗവൺമെൻറ് കേന്ദ്രവും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഫലത്തിൽ വരാൻ പോകുന്നത് കേന്ദ്രം പറയുന്നത് നടക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ, ആ ഒത്തുതീർപ്പിൽ തന്നെ പ്രശ്നമുണ്ട്. ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല, ഇനിയിപ്പോൾ ഇലക്ഷൻ 6 മാസമുള്ളൂ. അതിൻ്റെ ഇടയിൽ എന്തിനാണ് ഈ വയ്യാവയിലെടുത്തിട്ട് കഴുത്തിൻ്റെ മുകളിലെടുത്തിട്ട് പാമ്പിനെടുത്തിട്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത് തീരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ളൊരു കാര്യമല്ല. ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് കുറച്ച് മാറ്റി വെച്ചേക്കുന്നേ, പിന്നിടത്തേക്ക് മാറ്റി വെച്ചേക്ക്. അപ്പോൾ അത് ഇട്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇത് കൂടുതലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് പ്രശ്നമുള്ളത്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോ കോൺഗ്രസിനെ പറ്റിയൊന്നും വലിയ പ്രശ്നമല്ല അവരെ കൊണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സൈദ്ധാന്തികമായിട്ട് അങ്ങനെ ഒരു പോസ്റ്റർ എടുക്കുന്ന ആൾക്കാരാണ് എനിക്ക് തോന്നുന്നില്ല. ഈ നയം തന്നെ ഞാൻ പരിശോധിച്ചു ആണ് അതെ അല്ല പറയേണ്ടതാണ് എന്ന് സംശയമൊന്നുമില്ല. പറഞ്ഞാൽ ഞാൻ കേട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം പറഞ്ഞതിൻ്റെ അവരാരെങ്കിലും ഉണ്ടാവണമല്ലോ. ഇപ്പോൾ ഉദാഹരണം സിദ്ധരാമയ്യ അങ്ങനെ നടപ്പാക്കിയിരിക്കുന്നു, രേവന്ത് റെഡ്ഡി അങ്ങനെ നടപ്പാക്കിയിരിക്കുന്നു. അതാണ് ഞാൻ പറയാൻ കാരണം പ്രശ്നമുണ്ടെന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് ശരിയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. നേരത്തെ രജി പറഞ്ഞ ഒരു പോയിന്റിനോട് ഞാൻ യോജിക്കുക. അവിടെ PM ശ്രീ എന്ന് എഴുതിയൊക്കെ ഉണ്ടേക്ക് വരും. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരോ ഫോട്ടോ ഞങ്ങൾ വെക്കൂല എന്ന് പറയുന്നത് അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അത് എഴുതി വെക്കണം. വേണമെച്ചാൽ PM ശ്രീയുടെ കൂടെ നമുക്ക് ക്യാപ്റ്റൻ PM ശ്രീ എന്ന് കൂടെ എഴുതി വെക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കണതിനെ കൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ ബേസിക്കായിട്ട് ഈ ഫെഡറൽ സിസ്റ്റത്തിൽ എത്രത്തോളം പോറലയിപ്പിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളതാണ് ചർച്ച വേണ്ടത്. ബിനോയായിട്ട് ഞാനിത് സംസാരിച്ചിരുന്നു. അപ്പോൾ ബിനോയ് പറയുന്നത് സെക്കുലറിസത്തിൻ്റെ വിഷയമാണ്. അപ്പോൾ ഞാൻ ബിനോയിനോടാണ് ഫെഡറൽ സിസ്റ്റത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത്. പിന്നെ BJPയുടെ പ്രതിനിധി പറഞ്ഞ മാതിരിയല്ല, എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ട് തമിഴ്നാടിലും തെലുങ്കാനയിലും ഒക്കെ, ഞാനും പഠിച്ചിട്ടുണ്ട് ബീഹാറിലും
ശ്രീനഗറിലൊക്കെ സാധാരണ സ്കൂൾ തന്നെയാണ് ഇതൊക്കെ, സാധാരണ കോളേജിൽ തന്നെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പഠിച്ചിട്ടുള്ളപ്പോൾ ഒരു സംശയം വേണ്ട, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മോശം തന്നെയാണ്. അതിപ്പോൾ ആരൊന്ന് ഭരിച്ചിരുന്നുള്ളതല്ല പ്രശ്നം, ആ ഭരിച്ചിരുന്ന ആരായാലും അവിടെ കേരളത്തെക്കാട്ടൊക്കെ എത്രയും പുറയിലാണ്. പിന്നെ ബിടെക് വിദ്യാർത്ഥിയെ പറ്റി പറഞ്ഞതിനോട് ഞാൻ വിളിച്ചാൽ യോജിക്കാം. അത് കാരണം അത് സ്വയാശ്രയ നയത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്, അത് വേറെ വിഷയം. അപ്പോൾ ഈ തിരിച്ച് നമ്മുടെ വിഷയത്തിലോട്ട് വരുമ്പോൾ ഗവൺമെൻറ് എന്ത് ഗ്യാരണ്ടീസാണ് ഇപ്പോൾ തരുന്നത്? ശിവൻകുട്ടി എന്ത് വാക്കാൽ ഗ്യാരണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് തരത്തിലാണ് ആ ഗ്യാരണ്ടി എന്നുള്ളത്, എങ്ങനെയാണ് ഇത് ധാരണയിൽ ഒപ്പിടുന്നത്, മറ്റേ ഇതിൽ നമ്മുടെ ഡോക്യുമെൻ്റ് എങ്ങനെയാണ് ഒപ്പിടാൻ പോകുന്നത്, അങ്ങനെ ഒരു ഗവൺമെൻറ് ഒരു ഇത് ഒപ്പിടുകയാണെങ്കിൽ അതിൽ എന്ത് ഗ്യാരണ്ടി ഉണ്ടെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അല്ലാതെ സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് നമ്മളത് ഒപ്പിടുകയാണെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കുകൾ അതൊക്കെ വളരെ വ്യക്തമായിട്ട് BJPയുടെ വക്താവ് ഒരു ഇതുമില്ലാതെ പറഞ്ഞിട്ടുണ്ട്, ഒരു മടിയില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതന്നെ കറക്റ്റ്. അദ്ദേഹം പറയുന്നത് NEP ഇവിടെ നടപ്പാക്കുമെന്ന്. അപ്പോൾ ആ NEP നടപ്പാക്കുമെന്ന് പറയുമ്പോൾ അതിനോട് എതിർപ്പുള്ള ആൾക്കാർ, ഇപ്പോൾ ഉദാഹരണം ഞാൻ തന്നെ എതിർപ്പുണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ എതിർപ്പുള്ള ആൾക്കാർ അവർക്കൊരു അഷ്വറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ക്യാബിനറ്റിൽ വെച്ചിട്ട് ചർച്ച ചെയ്തിട്ട് അതിൽ മനസ്സിലായി വ്യക്തമായിട്ട് CPIയുടെ എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പിന്നീടുള്ള കാലത്ത് CPIയും ഇതിൻ്റെ കുരിശ് വഹിക്കേണ്ടി വരും. ഇങ്ങനെ ഇത് നേരത്തെ ക്യാബിനറ്റ് ചേരുകയും CPI എതിർപ്പ് വരികയും അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്യുകയായിരുന്നല്ലോ ആദ്യം. അത് രണ്ട് വേണം. അതെനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു ഇപ്പം പാസ്സാക്കിയാൽ ആ എതിർപ്പിനെ വേണ്ട അവർ ആ എതിർപ്പ് പിൻവലിച്ചെന്നല്ല വരിക. അപ്പോൾ അതിന് പകരമായിട്ട് ക്യാബിനറ്റിൽ ഒരിക്കൽ കൂടെ ഈ മാറ്റർ കൊണ്ടുവരികയും അതിനെപ്പറ്റി ചർച്ച ചെയ്തതിന് ശേഷം ഇത് നമ്മൾ നേരത്തെ പഠിച്ച മാതിരി ഇപ്പം ഇവർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വേറെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ചർച്ച ഇതാക്കാം. അതായത് ഈ സർവശിക്ഷ അഭിയാന് കൊടുക്കാനുള്ള പണമുണ്ട്, ആ പണമാണ് ഇത് പിടിച്ചു വച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് തിരുത്താം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോഗ്രാമിന് കൊടുക്കേണ്ട പണം മറ്റൊരു പ്രോഗ്രാമിന് കൊടുക്കാതിരിക്കുക, അത് ശരിയായിട്ടുള്ളൊരു നയമല്ലല്ലോ. ഈ രണ്ടാമത്തെ പ്രോഗ്രാം കൊടുക്കാതിരിക്കുക, നിങ്ങളിത് ഒപ്പിട്ടില്ലേ ഞങ്ങൾ കൊടുക്കണില്ല, അതിന് പകരമായിട്ട് അതിന് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണെന്ന് ഞാൻ കേട്ടത് കേട്ടോ, ചാനലിൽ കേട്ടാണ് ഞാൻ ആ കാര്യം. അങ്ങനെയാണെങ്കിൽ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, അതൊരു ജാതി ബ്ലാക്ക് മെയിലായി പോകില്ലേ. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഏതായാലും ഇത് കുറച്ചും കൂടെ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യണം. എന്താ പറയുക, ഇപ്പം തന്നെ ഫൈനലായിട്ട് ഞാൻ പറയാം, നമ്മൾ ഈ ചർച്ചയൊക്കെ ചെയ്ത് നിങ്ങൾ നോക്കിക്കോളൂ. ഈ ചർച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഇതിന് ശേഷം എത്ര പേര് ഈ ചാനൽ ഈ ചർച്ച കണ്ടിട്ടുണ്ടാവുമെന്ന്. അവരാരും ഇത് കാണുന്നുണ്ടാവില്ലേ, അവർ പോയിട്ട് ആ തട്ടത്തിൻ മറയത്തിൻ്റെ പുറകെ പോയി നിൽക്കുന്നുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അത് ഇതിലോട്ട് കുറച്ചും കൂടെ ജനങ്ങളിലോട്ട് ഈ ചർച്ച കൊണ്ടുവരികയും ഒരു കാര്യം അപ്പോൾ ആ ജനങ്ങളിൽ എന്താണ് അതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാടെന്ന് കൂടി വ്യക്തമാക്കിയതിന് ശേഷം മാത്രമേ ഇത് ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് നടപ്പാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. ശരി, ശ്രീ റിജു ലൂക്കോസിലേക്ക് ഇടവേളയ്ക്ക് ശേഷം വരാം. എന്തുകൊണ്ട് ക്യാബിനറ്റിൽ വെച്ച ശേഷം CPIയുടെ കൂടി പിന്തുണ ഉറപ്പാക്കിയ ശേഷം തീരുമാനം എന്നതിലേക്ക് പോകുന്നില്ല, ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നു? തിരിച്ചെത്താം. ഒറ്റയ്ക്ക് ഒരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി പോയിരിക്കുന്നത്, അതിൽ എതിർപ്പുണ്ട് എന്ന് മന്ത്രിസഭയിലെ തന്നെ മറ്റൊരു അംഗം മന്ത്രി രാജൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ രണ്ടു തരം പ്രതികരണങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? അതിനെ എങ്ങനെയാണ് ആളുകൾ കാണേണ്ടത്? അല്ല, ഒപ്പിടും ധാരണയിലെത്തും എന്ന് ഒരു വാക്ക് ബഹുമാനപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടില്ല. അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ആംഗിളുകൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. 1466 കോടി രൂപ വെറുതെ കളയേണ്ട ആവശ്യമുണ്ടോ? അത് പിന്നെ നമ്മുടെ സർക്കാരിന്റെ നല്ല ഇടതുപക്ഷത്തിന്റെ നയമനുസരിച്ച് നടപ്പാക്കുന്നതിന് എന്താ തെറ്റ് എന്നുള്ള ആലോചന ഉണ്ടായിരുന്നതല്ലേ അന്ന്? പിന്നെ വേണ്ടെന്ന് വെച്ച് എന്തുകൊണ്ടായിരുന്നു? അല്ല, 2 തവണ CPIയുടെ പിന്നെ നിർദ്ദേശപ്രകാരം മാറ്റിവെച്ചു. വീണ്ടും അതിലേക്ക് ആലോചന വരുന്നു. 2 തവണ മാറ്റി വെച്ചുകൊണ്ട് വീണ്ടും ആലോചിക്കാതിരിക്കാൻ പറ്റിയല്ലോ. അപ്പം CPIയായിട്ട് ആലോചിക്കാതെ കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കിയെന്നുള്ളവരും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ആ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ അതിനകത്തൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ബാലിശമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം പ്രതിപാദിച്ചുകൊണ്ട് പോകുന്നതിനകത്ത് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പരിഷ്കൃതമായ ലോകമായത് ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ നടക്കുന്നത് ഈ ലോകത്തിൽ വിദ്യാഭ്യാസ മേഖല തന്നെയാണ്. വിദ്യാഭ്യാസ മേഖലയായിട്ട് വളരെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് വിദ്യാഭ്യാസ മേഖല അതിന് രണ്ടാമത്തെ കാര്യമേ ഉള്ളൂ, ഈ മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങളുള്ളൂ. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ അപ്ഡേഷൻസിൽ ലോകത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ അമേരിക്ക തന്നെ, ഒരു തർക്കം വിചാരിക്കേണ്ട കാര്യം. നമ്മൾ വളരെ പറയല്ല പല കാര്യത്തിലും. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ PM എന്ന പേരിൻ്റെ പേരിൽ എതിർക്കുക എന്ന് പറയാം, അത്ര ബാലസ്യമാണ്. ഒബാമ കെയർ എന്നും പറഞ്ഞൊരു പദ്ധതി ഒബാമ പരിഷ്കാരം കൊണ്ടുവരുന്നതിനെ അല്ല, ശ്രീ റിജു ലൂക്കോസ്, ബിനോയ് വിശ്വം പറഞ്ഞതിന് അർത്ഥം അങ്ങനെയാണ് എടുക്കുന്നത്? ഇടത് നയത്തിൽ നിന്നും വ്യതിചലിക്കാനാവില്ല എന്ന് പറയുന്നത് ഒരു അപരിഷ്കൃത നിലപാടാണോ? ഞാൻ പൂർത്തീകരിക്കാതുണ്ട്. എന്തിനാണ് ഇടയ്ക്ക് കയറി നമ്മൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ സ്മൃതി ഇടപെടുന്നത്? ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ
ഒരു ചർച്ചയിരിക്കുന്ന പോലെ ഇടപെടുന്നതിന് പക്ഷേ ഈ ബോർഡിൽ മാത്രം നിൽക്കുന്നുണ്ട്, അതൊരു തൊലിപ്പുറത്തെ പ്രതികരണമാവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അത് മാത്രമല്ല, അല്ലല്ല, അങ്ങനെയല്ല. CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും കഠിനമായ എതിർപ്പുകളിൽ 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ഈ പേര, അത് സ്മൃതി കണ്ടില്ലേ? 2ാം സ്ഥാനത്ത്. ഒന്ന് നയപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഈ PM എന്നുള്ള ബോർഡിനെ പറ്റി മാത്രമല്ല ഞാൻ പറഞ്ഞത്. PM ബോർഡ് അവിടെ മോഡിയുടെ പടം വെക്കേണ്ടവർ, ഇതൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്ന്. അവർ വേറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ബിനോയ് വിശ്വം ഫസൽ സാറുമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറയുന്നത് അതല്ല. ഞാൻ പറയുന്നത് പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടൊരു വാക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ കാലാനുസൃതമായ മാറ്റങ്ങൾക്കെതിരെ മുഖം തിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്നാൽ കാവ്യവൽക്കരണത്തിനെ ഒരിക്കലും അംഗീകരിക്കാനും പാടില്ല. കേരളം അംഗീകരിക്കത്തില്ല. അതിപ്പോൾ ശിവൻകുട്ടി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ ശിവൻകുട്ടി ഇത് നടപ്പാക്കുന്നതിൽ ഫണ്ട് കിട്ടും എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് അതിൻ്റെ 2 വശങ്ങൾ ചിന്തിച്ച് CPIയോട് ആലോചിച്ച് ചെയ്യുള്ളൂ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഒരു വിമർശന വിധേയമായിട്ട് CPMനെ മാത്രം ലൊക്കേറ്റ് ചെയ്ത് ആക്രമിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് എനിക്ക് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയാം. വിദ്യാഭ്യാസ മേഖലകളിൽ നയപരമായി കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാവ്യവൽക്കരണം എന്നൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നതുകൊണ്ട് എനിക്ക് യോജിക്കാത്ത ഒരാളാണ്. ഞാനൊരിക്കലും യോജിക്കത്തില്ല. പക്ഷേ അതല്ലാതെ കണ്ട് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതിനോട് എനിക്ക് കാര്യമായി വിയോജിപ്പൊന്നുമില്ല. അതിന് പറയാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഹിമാചൽ പ്രദേശ്, തെലുങ്കാന, കർണാടക ഈ 3ഉം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തതിനെ കുറിച്ചും അല്ല പറയുന്നത്. അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തോട്ടെ. പക്ഷെ പ്രതിപക്ഷ നേതാവ് എല്ലാം കൂടി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതെന്നറിയോ? CPIയിൽ അത് ഉറച്ചു നിൽക്കുമോ, കാവ്യവൽക്കരണത്തിന് കൂട്ടു നിൽക്കുമോ എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഇവരുടെ സംസാരങ്ങൾ എന്തിനാണ് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തത്? അപ്പോൾ അത്തരം രാഷ്ട്രീയ വാദങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. അതിനെതിരെയാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വിദ്യാഭ്യാസ മേഖലകളിൽ സാമ്പത്തികപരമായിട്ട് കേരളത്തിന് ഈ കേന്ദ്ര സർക്കാർ ഞെരുക്കുക. തമിഴ്നാടിനും കാശ് കൊടുക്കുന്നില്ല, വെസ്റ്റ് ബംഗാളിനും കാശ് കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത്. ദുരിതകാലത്ത് പോലും 10 പൈസ തരാണ്ട് പലിശയ്ക്ക് പണം നൽകുന്ന ഒരു കേന്ദ്ര സർക്കാരിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ കൊച്ചു സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കണ്ടേ? നമ്മുടെ കുട്ടികൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് കൊടുക്കണ്ടേ? അവരുടെ കായിക രംഗത്തെ മികവിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒരുക്കണ്ടേ? കാർഷിക മേഖലകളിൽ കുട്ടികൾക്ക് ഉത്തേജിപ്പിക്കാനുള്ള പദ്ധതി വരണ്ടേ? ലോകം മുഴുവനും കേട്ടോളൂ, ലോകം മുഴുവനും കാർഷിക മേഖലകളിലേക്ക് വേണ്ട പ്രാധാന്യങ്ങൾ വിദ്യാഭ്യാസ മേഖലകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അത്തരം പദ്ധതികൾക്ക് മറ്റ് നയപരമായ രീതിയിൽ വീഴ്ചയില്ലെങ്കിൽ അത് കൊണ്ടുവരുന്നതിനെ മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ പദ്ധതി നടപ്പാക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നിങ്ങളുടെ ടേംസിലല്ല കൊണ്ടുവരിക, അവരുടെ ടേംസിലാണ് തരിക. അതാണ് പ്രശ്നം. OK ജയകൃഷ്ണൻ, ഇതൊന്നും മനസ്സിലാക്കാതെ PMന്റെ ബോർഡ് വയ്ക്കുന്നു എന്നത് മാത്രമാണോ CPIക്ക് ഏറ്റവും വലിയ പ്രശ്നമായി തോന്നുന്നത്? അതിലപ്പുറമുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് നിലവിൽ റിജി ലൂക്കോസ് കരുതുന്നത്. ഇപ്പോൾ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന മുണ്ട് മുറുക്കിയെടുക്കുന്ന ഒരു സാഹചര്യം, ചില വിഷയങ്ങൾ വരുമ്പോൾ അത് പറയും, മറ്റു ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ആകെ വികസനത്തിന്റെ പരകോടിയിലും അമേരിക്ക പോലും നമ്മളെ മാതൃകയാക്കുന്ന പോലത്തുള്ള തള്ളുകളും കേൾക്കാം. ഒരിക്കലുമല്ല. ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ തുടക്കത്തിൽ 2023 മുതൽ ഞങ്ങൾ പറയുന്നത് അധ്യാപക സംഘടന AKSTയും എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുന്നത് PM ശ്രീ എന്ന ബോർഡിനെയല്ല എതിർക്കുന്നത്, ആ ഒരു പേരല്ല. ഇതിൻ്റെ പുറത്ത് നോക്കൂ, PM ശ്രീ സ്കൂൾസ് ഫ്രെയിംവർക്ക് ഓൺ സ്കൂൾ ട്രാൻസ്ഫോർമേഷൻ എന്ന അവരുടെ പദ്ധതി രേഖയ്ക്കകത്ത് കൃത്യമായി പറയുന്നു, ഇറ്റ് വിൽ ഹെൽപ്പ് ഷോക്കേസ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ആമുഖത്തിൽ അടിവരയിട്ട് 1ാമത്തെ സെന്റൻസ് അതാണ്. അതിനുശേഷം പറയുന്നു 6 പില്ലേഴ്സാണ് ഈ PM ശ്രീ സ്കൂൾസിന് ഉള്ളതെന്ന്. അതിൽ 6ഉം ഈ കേരളം കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളാണ്. ഒന്ന്, കരിക്കുലം ഫ്രെയിംവർക്കിൽ അവർ ഇടപെടും എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇൻഫ്രാസ്ട്രക്ചറിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വരുത്തും എന്നുള്ളതാണ്. മൂന്നാമത്തത്, അതിൻ്റെ ട്രെയിനിങ്ങുകളെയും പരിപാടികളെയും നോക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ അതിൻ്റെ മോണിറ്ററിങ്ങിനും പ്രത്യേക സമിതിയെ ഏൽപ്പിക്കുമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കേരളത്തിനകത്തെ 150 പൊതുവിദ്യാലയങ്ങളിൽ ഈ PM ശ്രീയിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ ആ സ്കൂളുകൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും മാറ്റപ്പെടുകയും 2 തരം വിദ്യാലയങ്ങൾ പൊതുവിദ്യാഭ്യാസ ഘടനയിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അവിടെ ഈ കരിക്കുലം ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി NCERTയുടെ പുസ്തകമാണ് പഠിപ്പിക്കേണ്ടത്. അവിടെ ഈ പറയുന്ന മോണിറ്ററിങ് സംസ്ഥാന ഗവൺമെന്റിനും മോണിറ്ററിങ്ങിനും മാനേജ്മെന്റിനും അധികാരമില്ല. കേന്ദ്ര ഏജൻസികളാണ് അതിനെ നിയന്ത്രിക്കുക.
ചുരുക്കി പറഞ്ഞാൽ ഒരു ബ്ലോക്കിനകത്ത് നമുക്കറിയാം എങ്ങനെയാണ് സംഘപരിവാർ ഈ കാലത്ത് വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നത്. അതിനുള്ള വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഇത് ഒപ്പുവെക്കുന്നതിലൂടെ ചെയ്യുന്നത്. ഒരിക്കലും ഞങ്ങൾ പറയുന്നു ഈ PM ശ്രീയുടെ തുക കണ്ടുകൊണ്ടല്ല. PM ശ്രീയെ സംബന്ധിച്ചിടത്തോളം 1,10,00,000 രൂപ 5 വർഷത്തേക്കാണ് അനുവദിക്കുന്നതെന്നേ. അതിൻ്റെ 3 വർഷം 4-3.5 വർഷം കഴിഞ്ഞു. 1 വർഷം മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ അല്ലെങ്കിൽ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് പറയാതെ പഴയ തുകയൊന്നും ലഭിക്കാനും പോകുന്നില്ല. കേവലം 10, 15 ലക്ഷം 20 ലക്ഷം രൂപയാണ് ഇനി ബാക്കി 1 വർഷത്തേക്ക് ലഭിക്കാനിരിക്കുന്നത്. 120 ലക്ഷത്തിന് വേണ്ടിയാണ് ഈ പ്രശ്നം ഭരണത്തിന്റെ അവസാന മാസങ്ങളിൽ ഈ തീരുമാനമെടുത്തെന്നാണോ ആരോപണം? അല്ല, ഒരു വാക്കുകൂടി ഞാൻ പറയട്ടെ. യഥാർത്ഥ പ്രശ്നം ഇതിന്റെ പുറത്ത് സമഗ്ര ശിക്ഷ കേരളക്ക് നൽകുവാനുള്ള പണം പിടിച്ചു വെച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തി PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ മാത്രമേ സമഗ്ര ശിക്ഷക്കുള്ള പണം തരൂ എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇത് രണ്ടും കൂട്ടിക്കുഴക്കേണ്ട ഒരു കാര്യമല്ല. സമഗ്ര ശിക്ഷ കേരളക്ക് 2 വർഷത്തെ പ്രൊജക്ടിനത്തിൽ ലഭിക്കുവാനുള്ള ഒരു 1466 കോടി രൂപ ആ തുക ലഭിക്കേണ്ടത്, അത് നേരത്തെ ഇവിടെ ജിതിൻ ദേവ് പറഞ്ഞതുപോലെ ഇതാരുടെയും കീശയിൽ നിന്ന് എടുത്തു തരുന്നതല്ല. നിങ്ങളും എല്ലാം നികുതി ഇനത്തിൽ നൽകുന്ന തുക വിദ്യാഭ്യാസ വിഹിതമായി സംസ്ഥാനത്തിന് അനുവദിക്കുന്നതാ. അത് ന്യായമായും അർഹതപ്പെട്ട പണമാണ്. അത് നമുക്ക് ലഭിക്കേണ്ട പണമാണ്. ഇത് ലഭിക്കാത്തപ്പോൾ തമിഴ്നാട് സർക്കാർ സമഗ്ര ശിക്ഷക്ക് പണം അനുവദിക്കാത്തപ്പോൾ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ പോവുകയുണ്ടായി. അവിടെ RT വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കുന്നതിനുള്ള ഏജൻസിയാണ് SSK എന്നുള്ളത് കൊണ്ട് തന്നെ, സമഗ്ര ശിക്ഷ എന്നുള്ളത് കൊണ്ട് തന്നെ അന്ന് തന്നെ സുപ്രീം കോടതി പറഞ്ഞു ഭിന്നശേഷി കുട്ടികൾക്കും മറ്റു ട്രൈബൽ കുട്ടികൾക്കുള്ള വിഹിതം അനുവദിക്കണം. തമിഴ്നാടിന് പണം അനുവദിച്ചു. ഞങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ ശരിയാണ്, എന്താണ് ബദൽ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞതും ഇത് തന്നെയാണ്. ഭരണപരമായും നിയമപരമായും നീങ്ങണം ഈ തുക. അല്ലാതെ PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളല്ല ഇത്. PM ശ്രീ എന്ന ബോർഡ് വെച്ചാലോ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചാലോ കേരളത്തിന്റെ വിദ്യാഭ്യാസം ഒന്നും തകർന്നു പോകില്ല എന്ന നല്ല ബോധ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു ചട്ടക്കൂടലല്ല കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം കെട്ടിപ്പടുത്തിരിക്കുന്നത്. എന്നാൽ അതിന്റെ പുറത്ത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു കയറുവാൻ ഇവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഒറ്റ കാര്യം കൂടിയുണ്ട്. ഈ NEP എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞല്ലോ 6 പില്ലേഴ്സും 1 മുതൽ 8 വരെയുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ 8 അധ്യായങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് 6 പില്ലേഴ്സിലും 6 തൂണുകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കൃത്യമായി ഈ രേഖയിൽ പറയുകയാണ്. 6 പില്ലേഴ്സിലും പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം NEP ഇത് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ, ഇത് ഷോക്കേസ് ചെയ്യുവാൻ, ഇത് പ്രചരിപ്പിക്കുവാൻ, ഇതിന് പ്രശസ്തി നൽകുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് PM ശ്രീ. അല്ലാതെ കേവലം പേര് വെച്ചത് കൊണ്ട് മാത്രമുള്ള എതിർപ്പല്ല. പ്രത്യേകിച്ചും ഇന്ത്യക്കകത്ത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഇതിനെതിരായി നിലകൊള്ളുമ്പോൾ, ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എതിരായി നിലകൊള്ളുമ്പോൾ, പാർലമെന്റിനകത്ത് പരിമിതമായ ആളുകൾ മാത്രമാണെങ്കിലും ഇടതുപക്ഷ അംഗങ്ങൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെയും കാവ്യവൽക്കരണത്തെയും വർഗീയവൽക്കരണത്തെയും ചെറുക്കുമ്പോൾ അതിന് വിശാലമായ പ്ലാറ്റ്ഫോം എങ്ങനെ എതിർക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ല വേണ്ടത് എന്നാണ് വിനീതമായ ഫണ്ട് നൽകില്ല. അത് PM ശ്രീ ഒപ്പിട്ടാലേ നൽകുകയുള്ളൂ എന്ന തീരുമാനമാണോ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്? അതിന് ആദ്യം മറുപടി നൽകണം. മറ്റൊന്ന്, നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടിന് പിന്നിൽ ഞങ്ങളാണ് എന്ന ക്രെഡിറ്റുമായി ഇപ്പോൾ K. സുരേന്ദ്രൻ വരുന്നുണ്ട്. ആ ക്രെഡിറ്റിലും ഒരു തർക്കം നിൽക്കുന്നുണ്ടെന്ന ചോദ്യം കൂടിയുണ്ട്. ആദ്യം ഇപ്പോൾ CPI പ്രതിനിധിക്കുള്ള മറുപടി. അദ്ദേഹത്തിന് വിശദമായി മറുപടി കൊടുക്കാൻ എനിക്ക് സമയം തരണമെന്ന് ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ആദ്യം തന്നെ നോക്കൂ, ഈ SSK ആയാലും ഇവർ ഇംപ്ലിമെന്റ് ചെയ്ത് പാതി വഴിയിൽ നിർത്തിയിരിക്കുന്ന NSQF ആയാലും ഇതെല്ലാം ഒരു പൊതുവായ വിദ്യാഭ്യാസ നയത്തിന്റെ മാറ്റത്തിന്റെ കാതലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇതെല്ലാം പരസ്പര പൂരകങ്ങളായിട്ടുള്ള ഘടകങ്ങളാണ്. അല്ലാതെ ഇതൊന്നും വേറെ കാര്യങ്ങളല്ല. SSKയുടെ ഫണ്ട് വേണ്ട എന്നാണ് ഇവർ വെച്ചതാണ്, അല്ലാതെ ആരും കൊടുക്കാഞ്ഞതല്ല. ഈ പറഞ്ഞ മാറ്റങ്ങളൊന്നും ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറല്ല. NEP ഇവർ ആദ്യം മുതൽ എതിർത്ത് എന്താണ്? ഹിന്ദി നിർബന്ധമാക്കുന്നു. ഇതായിരുന്നു ഇവരുടെ വാദം. ഞാൻ വേണമെങ്കിൽ അങ്ങേക്ക് ഇതിലെ ആധികാരിക നൽകുന്ന ധാരാളം പ്രസ് മീറ്റുകളുടെ ക്ലിപ്പിംഗ്സുകൾ അങ്ങേക്ക് ഞാൻ ഇട്ടുതരാം. ഇവരുടെ ആധികാരിക വാദം ഹിന്ദി നിർബന്ധമാക്കും, അതല്ലാതെ തെളിഞ്ഞില്ലേ? ഇങ്ങനെ ഓരോ കാര്യങ്ങളെ ഇവർ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീ ജയകൃഷ്ണൻ പറഞ്ഞതിനകത്ത് ഒരു വലിയ പോയിന്റ് വന്നിട്ടുണ്ട്. ആ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും.
പണം ചെലവാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. അത് ഞാൻ ഒരിടത്തും ഈ ചർച്ചയിൽ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് ശ്രീ സ്മൃതി പരുത്തിക്കാടിന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ഞങ്ങളുടെ കീശയിൽ പൈസ തരുന്നതെന്ന്? ഒരിക്കലും ഞങ്ങളുടെ കീശ തന്നെ. ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണമാണ്, എഡ്യൂക്കേഷണൽ സെസ്സാണ്. അതിനകത്തൊന്നും ആർക്കും എതിരഭിപ്രായമില്ല. പക്ഷേ ഈ നാട്ടിലെ പൗരന്മാരുടെ പണം വിനിയോഗിക്കുമ്പോൾ അതിന് കൃത്യമായ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. അങ്ങ് അത് പറയാതെ പറഞ്ഞു. ഇവിടെ ഈ കേന്ദ്ര ഗവൺമെന്റിലെ അല്ലെങ്കിൽ കേന്ദ്ര പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും കാണാൻ പോകുന്ന നമ്മളുടെ സംസ്ഥാന സർക്കാർ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ കടമെടുപ്പ് പരിധി ഉയർത്തണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ എയ്ഡ് വേണം. ഇതാണ് ഇവരുടെ ആവശ്യം. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രൊജക്ട് വെച്ചിട്ട് ഒരു DPR സമർപ്പിച്ചിട്ട് ആ പ്രൊജക്ട് ഞങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഇതിന് 1000 കോടി രൂപയുടെ ധനസഹായം ആവശ്യമുണ്ട്, ഇങ്ങനെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇവർ എപ്പോഴും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ഫിനാൻഷ്യൽ എയ്ഡിനെ പറ്റിയിട്ടാണ്. സാമ്പത്തിക സഹായം വേണം, അല്ലെങ്കിൽ കടമെടുപ്പ് പരിധി ഉയർത്തണം. ഇതാവുമ്പോഴുള്ള ഗുണം എന്താണ്? എങ്ങനെയും ചെലവഴിക്കാം, ദൂർത്തടിക്കാം, അഴിമതി നടത്താം, പല മാർഗങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ PM ശ്രീ പദ്ധതിയിൽ സ്കൂളുകൾക്ക് നേരിട്ട് പൈസ ചെലവഴിക്കുന്ന സമയത്ത് ഇതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങ് കരുതുന്ന പോലെ 20 ലക്ഷം രൂപയുടെ പ്രശ്നമല്ല. ഒരു സ്കൂളിന് 1,10,00,000 രൂപ വീതം നമ്മുടെ നാട്ടിൽ 182 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉണ്ടെങ്കിൽ ശ്രീ ജയകൃഷ്ണൻ പറഞ്ഞ വാദം എടുത്തു. 182 സ്കൂളുകളിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് 182 കോടി രൂപയാണ് ഈ നാട്ടിലെ പാവപ്പെട്ട സ്കൂളുകൾക്ക് കിട്ടാൻ പോകുന്നത്. അതാണ് ഇവർ വേണ്ടാന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇവർ എതിർക്കുന്ന ഒരു പദ്ധതിയാണ് PM ഉഷ, ദേശീയ ഉന്നത വിദ്യാഭ്യാസ പദ്ധതി. ഇവരിതിന്റെ MOU സൈൻ ചെയ്യാൻ മടിയ കാണിച്ചുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി ഫേസ് 1 നമുക്ക് നഷ്ടപ്പെട്ടു. എത്രയോ കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഈ നാട്ടിലെ കോളേജുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും കിട്ടേണ്ടുന്ന പൈസ ഇവർ വെറുതെ പാഴാക്കി കളഞ്ഞില്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഫസൽ ഗഫൂർ സാറിന്റെ സ്ഥാപനത്തിന് തന്നെ എനിക്ക് തോന്നുന്നു MBSന് തന്നെ 5 കോടി രൂപ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. മാരാമ്പള്ളി MBSന് പൈസ കിട്ടിയിട്ടുണ്ട്. അത് ഈ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അതിനകത്തൊന്നും ആർക്കും ഒരു എതിർപ്പില്ല. നിങ്ങൾ അന്ധമായി എതിർക്കുകയാണ്. നിങ്ങൾ വെറുതെ ഇങ്ങനെ കാവ്യവൽക്കരണം, വാണിജ്യവൽക്കരണം, വിദ്യാഭ്യാസ നയവും വരുമെന്നുള്ള അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ. അതിലൊരു മറയില്ലെന്ന് അങ്ങ് പറഞ്ഞല്ലോ. അതിനെ പിന്നെ എതിർക്കില്ലേ? സ്വാഭാവികമായും എതിർക്കില്ലേ? ഒരു മറ ഞാൻ പറയുന്നതിനകത്ത് ഒരു മറയില്ല. ദേശീയ വിദ്യാഭ്യാസ നയം ഈ രാജ്യത്ത് നടപ്പിലാക്കണം. അതിനെ ഞാൻ എന്തുകൊണ്ട് ഞാൻ അത് പറയുന്നു എന്നുള്ള ഒരു ഫാക്ട് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. ദേശീയ വിദ്യാഭ്യാസ നയം നമുക്ക് മുമ്പാകെ വെക്കുന്നു. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. നാഷണൽ സ്കിൽ ഫ്രെയിംവർക്ക് നടപ്പിലാക്കണമെന്ന് പറയുന്നുണ്ട്. 10 ലെവൽ കൊണ്ട് ഒരാൾ സ്കിൽഡ് പ്രൊഫഷണലായി പുറത്തേക്ക് ഇറങ്ങി വരണം. ഇതാണ് നമ്മുടെ ആവശ്യം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് വേണ്ട ഒരു റെയിൽവേ മന്ത്രാലയം, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഒരു ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുകയാണ്. അവർ പറയുകയാണ് ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടവർ ലെവൽ 4 പാസ്സായവരായിരിക്കണം. NEP പ്രകാരം ലെവൽ 4 പാസ്സായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മളെന്ത് പറയും? ഞങ്ങൾ കാവ്യവൽക്കരണത്തിനും വർഗീയവൽക്കരണത്തിനും എതിരായിരുന്നു, അതുകൊണ്ട് ഞങ്ങളതൊന്നും പഠിച്ചില്ല. പണ്ടില്ലേ അറബിക്കഥ സിനിമയ്ക്കകത്ത് മറ്റേ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ കമ്പ്യൂട്ടർ എടുത്ത് കുഞ്ഞുണ്ണി മുതലാളി കൊടുക്കുമ്പോൾ ക്യൂബ പറഞ്ഞാൽ മതിയോ? അത് പോരാ. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുട്ടികൾ സ്കിൽഡ് പ്രൊഫഷണൽസ് ആയി മാറണം. സ്കിൽഡ് പ്രൊഫഷണൽസ് മാറേണ്ടത് 50 ലക്ഷത്തോളം. പിന്നെ എവിടെയാണ് തർക്കം? മറ്റു നയങ്ങളിലാണ്. ചരിത്രത്തിലേക്കും ശാസ്ത്രത്തിലേക്കും ഒക്കെ കടന്ന വേറെ രൂപത്തിൽ പഠിപ്പിക്കുന്നതിലേക്കാണ്. അല്ല പറഞ്ഞല്ലോ, ചരിത്രത്തിലേക്കും ശാസ്ത്രത്തിലേക്കും ഒക്കെ കടന്ന പാഠപുസ്തകങ്ങളിൽ NCERT പാഠപുസ്തകങ്ങളിൽ ചില കാര്യങ്ങൾ മനഃപൂർവ്വം തമസ്കരിച്ചിട്ടില്ലേ? ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടില്ലേ? NCERT പാഠപുസ്തകത്തില് അല്ലല്ല NCERT പാഠപുസ്തകത്തിൽ ഒരു കുഴപ്പവുമില്ലെന്ന് എന്തായാലും ഫസൽ ഗഫൂർ BJP-കാരനല്ലോ, അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഡോക്ടർ ഫസൽ ഗഫൂർ NCERT പാഠപുസ്തകത്തിൽ വലിയ കാതലായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞത് അങ്ങയുടെ ചർച്ചയിലാണ്. അപ്പൊ ഇവരുടെ വിഷയം ഒന്നും അല്ല. ഇവരുടെ വിഷയം ഇത് മാത്രമാണ് നരേന്ദ്രമോദി ഇല്ലാതായി. മധ്യകാല ചരിത്രം എന്ന ഭാഗം ഇവിടെ ഓരോ ഘട്ടങ്ങളിലും പാഠപുസ്തകങ്ങളിൽ നിങ്ങൾ തമസ്കരിച്ച വിഷയങ്ങളെ കുറിച്ച് ഇവിടെ ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. നമുക്ക് ഇനി അതിന് സമയമില്ലാത്തതുകൊണ്ട് അങ്ങ് ഈ കാര്യത്തിനും കൂടി മറുപടി നൽകണം. ഇപ്പോൾ K. സുരേന്ദ്രന്റെ പോസ്റ്റ് വന്നിരിക്കുകയാണ്. കേരളം ഭാരതത്തിൽ തന്നെ ക്രെഡിറ്റ് ABVP കേരള ഘടകത്തിന്. അപ്പോൾ സംസ്ഥാന BJP ഘടകത്തിന് മുൻപേ ഇവിടെ BJP ഘടകത്തിന് മുൻപേ ABVP പിടിക്കുകയാണ്. ABVPയുടെ ക്രെഡിറ്റ് ആണ് ഈ പദ്ധതിക്ക് സർക്കാർ ഒപ്പിടാൻ തീരുമാനിച്ചതിന് പിന്നിൽ ABVP ആണ് എന്ന് പറയുകയാണ്. അപ്പോൾ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം കൂടി ഇവിടെ നടക്കുന്നുണ്ടോ നിങ്ങളെ പാർട്ടിക്കകത്ത്? പാർട്ടിക്കകത്തെ കാര്യമാണ് ചോദിച്ചത്. നിങ്ങളുടെ പാർട്ടി കേരളത്തിലെ ഞങ്ങൾക്ക് ABVP
ABVP ഞങ്ങളുടെ സഹോദര സ്ഥാപനമല്ലേ? കേരളത്തിലെ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളിൽ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ ഈ PM ശ്രീ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തെരുവിൽ അടികൊണ്ടത് ABVP പ്രവർത്തകർ മാത്രമാണ്. മൃഗീയമായ ലാത്തി ചാർജ് നേരിട്ടത് ABVP പ്രവർത്തകർക്ക് മാത്രമാണ്. അല്ലാതെ ഇതിനെ ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറല്ല. ശരി, അല്ലല്ല, പല കാര്യങ്ങളിലും ഈ ക്രെഡിറ്റ് പ്രശ്നം വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങൊന്ന് കേൾക്കൂ, കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് റെയിൽവേ സ്റ്റോപ്പ് അനുവദിച്ചു എന്നുള്ള വാർത്ത വന്നപ്പോൾ അത് അശ്വിനി വൈഷ്ണവിനോട് ഞാൻ പറഞ്ഞ് നടപ്പാക്കിയതാണെന്ന് ജോർജ് കുര്യൻ ഒരു പോസ്റ്റ് ഇടുകയാണ്. തൊട്ടു പിന്നാലെ സംസ്ഥാന BJPയുടെ പോസ്റ്റ് ഇടുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഇതാ അശ്വിനി വൈഷ്ണവ് കാര്യങ്ങൾ കേട്ടിരിക്കുന്നു. ഇങ്ങനെ പലതരത്തിൽ പ്രതികരണങ്ങൾ BJP സംസ്ഥാന ഘടകത്തിൽ നിന്ന്, സംസ്ഥാനത്തെ നേതാക്കളിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് തർക്കം നിങ്ങളുടെ നേതാക്കൾക്കിടയിലാണോ എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഒരിക്കലും ഈ ശ്രീ ജോർജ് കുര്യൻ കേരള BJPയുടെ ഭാഗമല്ലേ? അങ്ങ് വെറുതെ ഈ കുഞ്ഞുങ്ങളെ പോലെ ചിന്തിക്കല്ലേ. കേരള BJPയുടെ ഭാഗമാണ്. ഞങ്ങളുടെ മന്ത്രിയാണ് ജോർജ് കുര്യൻ. അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ പെരിനാട് എന്റെ കൊല്ലത്ത് അദ്ദേഹം വരുന്നുണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റോപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം മധുര എക്സ്പ്രസിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം വരുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗങ്ങളാണ് ഇവരൊക്കെ. ഇതെല്ലാം ഞങ്ങളുടെയാണ്. ഇപ്പൊ ദേശീയപാതയുടെ കാര്യം തന്നെ ഇവർക്ക് ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. ശ്രീ OK ജയകൃഷ്ണൻ, അങ്ങേക്ക് കരിക്കുലത്തെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടെങ്കിൽ അങ്ങ് എന്താ ചെയ്യേണ്ടത്? ഈ ആശങ്കകൾ പഠിച്ച് അത് കൃത്യമായി അവതരിപ്പിക്കാനുള്ള ഒരു സമിതി നിശ്ചയിച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകണം. ഇങ്ങനെ ചർച്ച ചെയ്തതിന്റെ ഭാഗമായിട്ടല്ലേ ഇവിടെ എന്താണ് നിങ്ങൾ പ്രധാനമന്ത്രി ആവാസ് അങ്ങനെ ചർച്ച ചെയ്തിട്ടാണോ ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ധാരണാപത്രത്തിൽ ഒപ്പിടാൻ പോകുന്നത് എന്നതാണ് അറിയേണ്ടത്. ഏതായാലും BJP പറയുന്നത് ഈ പറയുന്ന സംശയങ്ങൾക്ക് ഡോക്ടർ ഫസൽ ഗഫൂർ തീർപ്പ് കൽപ്പിക്കുമെന്ന്. അങ്ങ് BJPക്ക് അനുകൂലമായ വാദങ്ങളാണ് അങ്ങ് പറഞ്ഞതെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ പറഞ്ഞത്? അല്ലല്ല, അതിൻ്റെ പ്രശ്നം എന്ന് പറയാം, ഞാൻ പറഞ്ഞത് ഇപ്പോൾ അതൊരു ചർച്ചയാക്കുക. അത് കരിക്കുളത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അതിനെപ്പറ്റി ഒരു ചർച്ചയിലോട്ട് മാറ്റിപ്പോയാൽ ചർച്ച വഴിമാറിപ്പോവും. ആ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുള്ള പല കാര്യങ്ങളോടും എനിക്ക് എതിർപ്പുള്ളതാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ അതിൽ ഔറംഗസീബിനെ പറ്റി എഴുതിയിട്ടുണ്ട്, എനിക്ക് എതിർപ്പൊന്നുമില്ല. തൈമൂറിനെ പറ്റി എഴുതിയിട്ടുണ്ട്, അതും വലിയ എതിർപ്പൊന്നുമില്ല. അക്ബറിനെ പറ്റി എഴുതിയത് എനിക്ക് എതിർപ്പുണ്ട്, മനസ്സിലായില്ലേ? അക്ബർ അവിടെ എന്തോ ഐ ക്രിയേറ്റഡ് മൗണ്ടൻസ് ഓഫ് സ്കൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എനിക്ക് ഓർമ്മയിൽ പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതിൽ എതിർപ്പുള്ള ഭാഗങ്ങൾ, എതിർപ്പില്ലാത്ത ഭാഗങ്ങൾ, അത് വേറെ ചർച്ച വെക്കുക എന്നുള്ള ആൾക്കാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല. അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇനി ഞാൻ തിരിച്ചു വരാം. അതായത് ഈ സ്കൂളുകളെ പറ്റി തന്നെ എനിക്ക് മറ്റൊരു അഭിപ്രായം കൂടെ പറയാനുണ്ട്. അതായത് ഈ സാധാരണ നമ്മൾ ഈ ഫണ്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അധികം പൈസ ആദ്യം നമ്മൾ ചിലവാക്കുക, എന്നിട്ടൊരു ഏറ്റവും വലിയൊരു ചാലഞ്ച് റൗണ്ട് ഉണ്ടാവും. ഇതിന് മാത്രമല്ല, എല്ലായിടത്തും ഉള്ളതാണ്. എഞ്ചിനീയറിംഗിന് കൊടുത്താലും മെഡിസിൻ മറ്റേതിന് കൊടുത്താലും ഒക്കെ ഉണ്ടാവുന്നതാണ്, അത് ആർട്സ് ആൻഡ് സയൻസ്. ആ ചാലഞ്ച് റൗണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി പണമുള്ള ആൾക്കാർക്കാണ് കിട്ടുക. അപ്പോൾ അവർക്കാണ് ഈ പണം കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുമാതിരി ഓൾറെഡി സൗകര്യമുള്ള അങ്ങനത്തെ ഗവൺമെൻറ് സ്കൂളുകൾക്കാണെങ്കിൽ നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അത് പിന്നീട് പ്രൈവറ്റിലോട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതാണ് അതിൻ്റെ പ്രൈവറ്റൈസേഷൻ എന്നുള്ള പറഞ്ഞിട്ട് അടുത്ത പക്ഷേ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഈ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി വെക്കലുണ്ടെങ്കിൽ ഞാൻ പറയാം, മധ്യപ്രദേശിലെ BJP ഗവൺമെൻറ് എഴുതി വെച്ച പല കാര്യങ്ങളും കോൺഗ്രസ് ഗവൺമെൻറ് റദ്ദാക്കി. പിന്നെ വീണ്ടും BJP വന്നപ്പോൾ അത് വീണ്ടും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് രണ്ടാമെന്ന് വെച്ചു. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഗവർണറുടെ ദ റോൾ ഓഫ് ദ ഗവർണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ. അപ്പോൾ അത് തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ഇതായിരിക്കും. അത് തീർച്ചയായിട്ടും അത് ഇവർ വരുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പാഠപുസ്തകം വന്നു കഴിഞ്ഞാൽ അത് റദ്ദാക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവത്തിനെയാണ് ഞാൻ എതിർത്തുന്നത്. അല്ലാതെ ഞാൻ BJPക്ക് അനുകൂലമായിട്ട് പറഞ്ഞതെന്ന് ഒരിക്കലും സച്ചിൻ എനിക്ക് തോന്നുന്നില്ല. ജിതിൻ്റെ പോലും പറയും ഞാൻ എന്ത് സ്റ്റാൻസാണ് ഈ കാര്യങ്ങൾ എടുക്കുന്നതെന്ന്. അങ്ങോട്ടേക്ക് മാറ്റി തിരിച്ച് പോകണ്ട. ഏതായാലും ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഒന്നും കൂടെ ഉറച്ചു പറയണേ, ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളും ചരിത്ര കാര്യങ്ങളിലും എഴുതി വെച്ചുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല എന്ന് ഞാൻ പറയാം. ഒരു മിനിറ്റ്. ദീപാവലി പടക്കം പൊട്ടുന്നതാണ്, ആളുകൾ ഭയക്കും ഇതെന്താണ് എനിക്ക് പൊട്ടിത്തെറി വരുന്നതെന്ന്. ശ്രീ ജയകൃഷ്ണൻ, അങ്ങ് കൈപൊക്കിയതുകൊണ്ട് അങ്ങ് പറഞ്ഞോളൂ. ഓക്കെ ഇവിടെ ജിതിൻ ദേവ് ചോദിച്ച യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞത് ഈ പദ്ധതി തുടങ്ങിയിട്ട് 2023 തുടങ്ങിയത്. ഇനി 1.5 വർഷം മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി നമുക്ക് ഈ ഇനത്തിൽ ലഭിക്കാൻ തുച്ഛമായ തുക മാത്രമേ ലഭിക്കാനുള്ളൂ. പഴയ യൂട്ടിലൈസേഷൻ കൊടുക്കുന്ന പദ്ധതിയും രീതികളൊന്നും ഇന്നത്തെ കേരളത്തിലെ ഗവൺമെന്റിന് ഇല്ല. നടത്തിയ പരിപാടികളുടെ യൂട്ടിലൈസേഷൻ കൊടുത്താണ് ഫണ്ട് വാങ്ങിക്കുന്നത്. ആ ഫണ്ടാണ് SSKയിൽ അനുവദിക്കാതിരിക്കുന്നത്. ഒരു പ്രൊജക്ട് അപ്രൈസൽ നടത്തിയിട്ട് 1 വർഷത്തേക്കുള്ള പദ്ധതിയും പരിപാടികളും കൊണ്ട് സമർപ്പിച്ചിട്ട് ആ പരിപാടി നടത്തുന്നതിനുള്ള പണമാണ് ഒരു 1466 കോടി രൂപ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത് NEP അനുസരിച്ചുള്ള പാഠപുസ്തകങ്ങൾ എന്ന് പറഞ്ഞു.
NEP അനുസരിച്ച് പാഠപുസ്തകങ്ങൾ നിങ്ങൾ തയ്യാറായിക്കോളൂ. NCERT പാഠപുസ്തകം തയ്യാറാക്കട്ടെ. കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസമെങ്കിൽ കേരള സംസ്ഥാനത്തിന് സംസ്ഥാന തലത്തിൽ SCERTക്ക് പാഠപുസ്തകം തയ്യാറാക്കാനുള്ള അവകാശമുണ്ട്. കേരളം തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ക്ലാസ് 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലേക്കുള്ള പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡോക്ടർ ഫസൽ ഗഫൂർ സൂചിപ്പിച്ചതുപോലുള്ള അപാകതകളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് കേരളം ആ പാഠപുസ്തകം തയ്യാറാക്കിയത്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പാഠപുസ്തക രചന ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്ന മധ്യകാല ഇന്ത്യയെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്ന ദേശീയ പ്രസ്ഥാനത്തെയും ദേശീയ പ്രസ്ഥാന ചരിത്രത്തെയും ഇവിടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കുമില്ലാത്ത ഗോൾവർക്കറെയും സർവർക്കറെയും ഉൾക്കൊള്ളാൻ കേരളത്തിലെ പാഠ്യപദ്ധതിയും പാഠപുസ്തകവും തയ്യാറായിട്ടില്ല. ആ വ്യത്യാസം മാത്രമാണ് ദേശീയ പാഠ്യപദ്ധതിയും കേരളത്തിന്റെ പാഠ്യപദ്ധതിയും തമ്മിലുള്ള വ്യത്യാസം. കേരളം സ്വതന്ത്രമായി ഏറ്റവും ജനാധിപത്യ രീതിയിൽ ഒരു പാഠപുസ്തക പരിഷ്കരണം പൂർത്തിയാക്കുകയും അത് കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. യാതൊരു പരാതിയും യാതൊരു അഭിപ്രായ വ്യത്യാസവും എവിടെ നിന്നും ഉണ്ടായിട്ടില്ല. ഒറ്റൊരു കാര്യം കൂടി, ഇതിലെല്ലാം അഭിപ്രായം പറയേണ്ടവർ, ഞാൻ നേരത്തെ പറഞ്ഞു, പാർലമെന്റിനകത്ത് ഇത് ചോദിച്ചു വാങ്ങേണ്ട ഒരു കാര്യം കൂടിയാണ്. നമുക്ക് അർഹമായ വിഹിതം ചോദിച്ചു വാങ്ങേണ്ടതാണ്. വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ MP-മാർ, കോൺഗ്രസ് MP-മാരോ ലീഗിന്റെ MP-മാരോ ഈ വിഷയത്തിൽ ഇടപെടാനോ ചോദ്യമുന്നയിക്കാനോ തയ്യാറായില്ല എന്നുള്ളത് കേരളത്തിലെ ഇവരുടെയൊന്നും മണ്ഡലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സഹായങ്ങൾ ആവശ്യമില്ലേ? ഭിന്നശേഷി കുട്ടികളില്ലേ? പാഠ്യപദ്ധതി ഈ കുട്ടികൾക്കെല്ലാം ഈ സൗകര്യം ലഭിക്കേണ്ടതല്ലേ? ശരി. ആ രാഷ്ട്രീയ പാർട്ടികളും ആ ജനപ്രതിനിധികളും ഈ വലിയ പ്രതിപക്ഷ കക്ഷികളും മുഖം തിരിച്ചു നിൽക്കുന്നതും വലിയ പ്രതിഷേധമുള്ളതാണ്. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇതിനകത്ത് ഈ അവസാന നിമിഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളും മറ്റു മേഖലകളിലുള്ളവരെല്ലാം വലിയ പ്രതിഷേധങ്ങളുമായി നിന്ന് വലിയ പ്രതിരോധം തീർത്ത രംഗത്ത് ഈ പാപഭാരം ഈ അവസാന നിമിഷം ഈ ഗവൺമെന്റ് ഏറ്റെടുക്കരുത് എന്ന അപേക്ഷ മാത്രമാണ് അവസാനമായി പറയാനുള്ളത്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ എതിർക്കുന്ന 3 സംസ്ഥാനങ്ങളാണ്. തമിഴ്നാട് ഇപ്പോൾ ഈ പറഞ്ഞ സമഗ്ര ശിക്ഷയ്ക്കുള്ള ഫണ്ട് നൽകാത്തതിന് കോടതിയിൽ പോയി, കോടതിയിൽ നിന്ന് പറഞ്ഞ് കോടതിയുടെ ഉത്തരവോടുകൂടി അത് വാങ്ങിച്ചെടുത്തു. അപ്പോൾ കേരളം എന്തിനാണ് പിന്നെ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നത്, ഇത്ര നിസ്സഹായത പറയുന്നത്? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തമിഴ്നാട് ഒരു സമ്പന്ന സ്റ്റേറ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്ന വ്യാവസായികവൽക്കരണം വന്നിരിക്കുന്ന സംസ്ഥാന സർക്കാരാണ് തമിഴ്നാട്ടിലെ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കുക. കേരളത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാമല്ലോ, മുണ്ടക്കൈ ചൂരമല ദുരന്തത്തിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ അവസാനം സുപ്രീം കോടതി വരെ പോകേണ്ട സാഹചര്യം വന്നു. കേന്ദ്ര സർക്കാരിന്റെ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഈ കൊച്ചു കേരളത്തിലെ നല്ലതാണ് ചുരമല മുണ്ടക്കൈ ദുരന്തത്തിൽ തീർച്ചയായിട്ടും ഹൈക്കോടതി അതുപോലെ പോകണമെന്നേ, ബഹുമാനപ്പെട്ട കോടതി ശക്തമായ വിമർശനങ്ങൾ അല്ല സ്മൃതി, അതിന്റെ റിസൾട്ട് ഉണ്ടായിട്ടില്ലല്ലോ. അല്ലെന്നേ ഈ സർക്കാർ ഓരോ ദിവസവും അല്ല, വിദ്യാഭ്യാസ മേഖലയുടെ റിസൾട്ട് എന്ന് പറയുന്നത് 6 മാസം കൊണ്ട് ചുരുങ്ങുന്നതല്ലോ. ഞാൻ പറയുന്നത് ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, കാവ്യവൽക്കരണത്തിനോ അല്ലെ സവർക്കറെയോ ഗോൾവാക്കറുടെയോ ഒക്കെ ഇല്ലാത്ത സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളൊക്കെ അതൊക്കെ അദ്ദേഹം അതൊന്നും കേരളത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വെള്ളം ചേർക്കാമെന്നുള്ള തീരുമാനം സംശയകരം തന്നെയാണ്. ആ സംശയം ഉയർത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല, മുന്നണിയിലെ CPI ആണ്. നിങ്ങൾ ആദ്യം CPI ബോധ്യപ്പെടുത്തുക, അതിനുശേഷം ജനത്തെയും. സമയം കഴിയുകയാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, വളരെ നന്ദി. OK ജയകൃഷ്ണൻ, ദേവ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.